കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകുന്ന നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നൽകിയ അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ രാവിലെയും പ്രാർത്ഥനയ്ക്കായിട്ട് ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് നമുക്കിങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് സാവകാശം നൽകിയല്ലോ. ഈ പ്രാർത്ഥനയിൽ കർത്താവ് നമ്മെ വീണ്ടും സഹായിപ്പാനായിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു വരികയായിരുന്നു. ഇന്നലെകളെല്ലാം നമ്മൾ നമ്മുടെ കണ്ണുകളുടെ ആത്മാവ് തുറക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മളൊടുവിൽ നമ്മൾ വായിച്ചു നിർത്തിയ വാക്യം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യമായിരുന്നു. അവിടെ നാം ഇപ്രകാരമാണ് കണ്ടത്. ആ വാക്യം ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഈ വാക്യം ഒന്ന് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ വായിച്ചേര്. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു മിനിറ്റ് ആർക്കെങ്കിലും ഒരാൾക്ക് ലേയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്റെ സങ്കടം കണ്ടു. ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞു. അവൾ അവന് രൂബേൻ എന്ന് പേരിട്ടു. ഓക്കെ, ഇത് ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയതാണ്. ലേയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എൻ്റെ സങ്കടം കണ്ടു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവൾ അവന് രൂബേൻ എന്ന് പേരിട്ടു. ഒന്നാമത്തെ വാക്യം നമ്മൾ ഇന്നലെ കണ്ടത് ഇതാണ്. രണ്ടാമത്, അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അനിഷ്ട എന്ന യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് ശിമിയോൻ എന്ന് പേരിട്ടു. ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്ന്, യഹോവയാം ദൈവം നമ്മുടെ സങ്കടം കാണുന്ന ദൈവമാണ്. രണ്ട്, അവൻ നമ്മെ കുറിച്ച് പറയുന്ന വാക്കുകൾ കേൾക്കുന്ന ദൈവമാണ്. ഇത് രണ്ടും നിങ്ങളുടെ അകത്ത് ഇന്ന് രാവിലെ ഒന്ന് പതിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് പറയാവോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക്? ഒന്ന്, യഹോവ എൻ്റെ സങ്കടം കാണുന്ന ദൈവമാണ്. രണ്ട്, യഹോവ ഞാൻ അരിഷ്ട എന്ന് കേൾക്കുന്ന ദൈവമാണ്. എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന ദൈവമാണ്. ഇന്ന് രാവിലെ നമ്മുടെ അകത്ത് നമ്മുടെ ഓരോ ചലനങ്ങളും ഓരോ അവസ്ഥകളും കൃത്യമായിട്ട് ദൈവം അറിയുന്നുണ്ട് എന്ന ഒരു ബോധ്യം നിങ്ങളുടെ അകത്ത് ദൈവാത്മാവ് തുറക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ അകത്ത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് നമ്മുടെ അകത്ത് ദൈവാത്മാവ് തുറക്കട്ടെ എന്ന് ഞാൻ ഈ വാക്യം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങളാണ് ആ വാക്യങ്ങൾ. 23-24 വാക്യങ്ങളാണ് ആ വാക്യങ്ങൾ. ഒന്ന് ആർക്കെങ്കിലും ഒരാൾ കൂടെ വായിക്കാം ഈ വാക്യം. 23-24 വാക്യങ്ങൾ. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ടു നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. അടുത്ത വാക്കുകൂടെ. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. വാസ്തവത്തിൽ നിങ്ങൾ ഈ ചരിത്രം പഠിച്ചാൽ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ ഒരു സംശയം വരും. കാരണം യഹോവ ആരാണെന്ന് ചോദിക്കുന്ന തലത്തിലുള്ള ആത്മനിലവാരമാണ് അവരുടെ നിലവാരം. അപ്പം പിന്നെ എന്തുണ്ടായത്? ഊഴിയവിചാരകന്മാർ നിമിത്തം അവർ വേദന കൊണ്ട്, കഷ്ടത കൊണ്ട്, വേദന കൊണ്ട് തേങ്ങിയപ്പോൾ അവരുടെ അവസ്ഥ നിമിത്തം ഭാരപ്പെട്ട് തളർന്നപ്പോൾ അവർ ഞെരങ്ങിയ ഞെരക്കം, അവർ മൂളിയ മൂളൽ, അവർ കരഞ്ഞ കരച്ചിൽ, അവരുടെ അവസ്ഥ നിമിത്തം അവർ കരഞ്ഞപ്പോൾ, നിലവിളിച്ചപ്പോൾ, സങ്കടപ്പെട്ടപ്പോൾ, ഇത്രയധികം സംവിധാനങ്ങളുള്ള സ്വർഗസ്ഥനായ ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് അവരുടെ ഞെരക്കം കേട്ടോ, അവരുടെ നിലവിളി കേട്ടോ. അപ്പോൾ എന്ത് സംവിധാനമാണ് സ്വർഗം
സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ ശബ്ദ സംവിധാനം എത്ര സംവേദനക്ഷമതമാണ്. നിങ്ങളുടെ ചെറിയ ഒരു നിലവിളി പോലും, നിങ്ങളുടെ ഒരു ചെറിയ വേദന പോലും, നിങ്ങളുടെ വീട്ടിൽ ആരും അറിയാതെ നിങ്ങൾ എടുക്കുന്ന ഒരു നെടുവീർപ്പ് പോലും കേൾക്കുവാൻ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി അറ്റൻഷനായി നിൽക്കുകയാണോ? നിങ്ങളുടെ അകത്ത് ഈ ഒരു ചിത്രം നിങ്ങളുടെ അകത്ത് ദൈവത്തെക്കുറിച്ച് തെളിഞ്ഞു വരുന്നുണ്ടോ? ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, കർത്താവ് നിന്റെ കരച്ചിൽ കാണുന്നു എന്ന് പറയുമ്പോൾ ഒരു ദൈവദാസൻ വന്നു, ചർച്ചിനകത്ത് വന്നു. ആ ദൈവദാസൻ ദൈവാത്മാവിൽ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു വ്യക്തിയോട് പറയുകയാണ്, ദൈവം എൻ്റെ കണ്ണുനീര് കാണുന്നു, രാത്രികാലങ്ങളിൽ നീ കരഞ്ഞത് കാണുന്നു എന്ന് പറയുമ്പോൾ വല്ലാതെ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്താൽ പെട്ടെന്ന് കരയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് നിലവിളിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നാറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ നെടുവീർപ്പുകളും വേദനകളും ദൈവം അപ്പോഴപ്പോൾ അറിയുന്നു എന്ന ഒരു ഉറപ്പ് ദൈവത്തെക്കുറിച്ച് ഇവർക്കില്ല. ബൈബിൾ പറയുന്ന വാക്ക് ഇവർ വിശ്വസിക്കുന്നില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ആ ദൈവം വല്ലാത്ത തിരക്കിലല്ല. നമ്മുടെ അതരത്തിൽ നിന്ന് വീഴുന്ന ചെറിയ ഞരക്കങ്ങൾ, ഹൃദയത്തിനകത്തുണ്ടാകുന്ന ചെറിയ ഭാരങ്ങൾ, ചെറിയ വേദനകൾ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങളുടെ അകത്ത് ഈ ഉറപ്പ് വരുമോ എന്ന് എനിക്കറിയില്ല. തലമുറകളെ കുറിച്ച് ഓർത്ത് പെടയുന്ന മാതാപിതാക്കളുണ്ട്. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന അവസ്ഥകൾ നിമിത്തം വേദനിക്കുന്നവരുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാത്ത തളരുന്നവരുണ്ട്. നിങ്ങളുടെ സകല അവസ്ഥകളെയും ഉള്ളതുപോലെ അറിഞ്ഞ് അപ്പോഴപ്പോൾ നിങ്ങളുടെ വിഷയത്തിൽ ഉടമ്പടി ഓർത്ത് ഇടപെടുന്നൊരു ദൈവം ഉണ്ടെന്ന് ഇന്ന് രാവിലെ നിങ്ങളുടെ അകത്ത് ഉറപ്പ് വരട്ടെ എന്ന് ഞാൻ ഈ പ്രാർത്ഥനയുടെ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ, ഇത് കർത്താവേ എൻ്റെ അകത്തൊന്ന് ഉറപ്പാക്കണമേ. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തിന് എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങനെ ഒരു ഉറപ്പ് എൻ്റെ അകത്ത് നൽകണം. ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച്, ഇല്ലേ നിങ്ങൾ ഉറങ്ങിപ്പോവും. എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് 1-2 മിനിറ്റ് അന്യഭാഷ പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ച് കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങളുടെ അകത്ത് അങ്ങനെ ഒരു ഉറപ്പ് ദൈവാത്മാവ് തരണമേ. ഞങ്ങളുടെ അവസ്ഥകൾ കാണുന്നൊരു ദൈവമുണ്ട്, ഞങ്ങളുടെ സാഹചര്യങ്ങൾ കാണുന്നൊരു ദൈവമുണ്ട്, ഞങ്ങൾ ഉള്ളതുപോലെ അറിയുന്നൊരു അപ്പനുണ്ട്. ഞങ്ങളുടെ കരച്ചിൽ കാണുന്നൊരു ദൈവമുണ്ട്, ഞങ്ങളുടെ സങ്കടം കാണുന്നൊരു ദൈവമുണ്ട്. അവസ്ഥകളുടെ മടിവിൽ, സാഹചര്യങ്ങളുടെ മടിവിൽ ആളുകളെല്ലാം വഴിമാറി പോകുമ്പോൾ ഇന്ന് രാവിലെ ഉറപ്പങ്ങളുടെ ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. ഇന്ന് രാവിലെ ധൈര്യമങ്ങളുടെ ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. അപ്പ കർത്താവേ, അങ്ങനത്തെ തലങ്ങൾ തുറന്നു വരുവാൻ, ഈ ജനത്തിന്റെ അകത്ത് അങ്ങനെ ധൈര്യം വ്യാപരിപ്പാൻ, അങ്ങനെ ഉറപ്പ് വ്യാപരിക്കുവാൻ, അപ്പുറമായിട്ടുള്ള വലിയ ആ ബന്ധത്തിലേക്ക് ഞങ്ങളുടെ മക്കൾ കടന്നു വരുവാൻ
സോദരം കർത്താവേ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ വാക്യമാണ് ഞാൻ ഇപ്പോൾ ആരംഭത്തിൽ വായിച്ചത്. രണ്ടാമത് നമ്മൾ ഇന്നലെ നമ്മുടെ മേൽ കർത്താവ് അടുത്ത ആത്മതലങ്ങൾ തുറക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ സ്വപ്നത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. സ്വപ്നം ഞാൻ ഇന്നലെ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്തൊരു പ്രവാചക ആത്മാവ് ദൈവം തുറന്നിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ് നിങ്ങൾ കാണാൻ തുടങ്ങുന്ന സ്വപ്നങ്ങൾ. ഇന്നലെ എന്നെ ഒരാൾ പറഞ്ഞു, പക്ഷേ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ടമാനം സ്വപ്നം കണ്ടു, എനിക്ക് ഓർമ്മ വരുന്നില്ല എല്ലാം. അതെ, ദൈവാത്മ നിങ്ങളെ ആഴമായത് കാണിക്കാൻ തുടങ്ങും. സാരമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട. ഓർമ്മയിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. സ്വപ്നമെന്ന കൃപാവരം ഒരു വ്യക്തിയുടെ മേൽ ശക്തിയോടെ ആക്റ്റീവായി കഴിയുമ്പോൾ ആ വ്യക്തി ഒന്നുകൂടെ ഭയങ്കരമായിട്ട് ദൈവത്തോട് ചേർന്ന് മടക്കാൻ തുടങ്ങും. കാരണം ആ വ്യക്തിക്ക് ഭയങ്കര ഉറപ്പ് വരും. അപ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം, നിങ്ങളെല്ലാവരും മേലും നമ്മുടെ അകത്തൊരു ചിന്തയുള്ളത്, നമുക്ക് കർത്താവ് തരികയില്ല, നമ്മളോട് കർത്താവ് അങ്ങനെ സംസാരിക്കുകയില്ല. ദൈവം അത് വലിയ വലിയ ആൾക്കാരോട് സംസാരിക്കുകയുള്ളൂ. അങ്ങനെയല്ല കേട്ടോ. ബൈബിളിനകത്തുള്ള വാക്ക് അങ്ങനെയല്ല ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. കണ്ടോ, നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായം കൃപാവരങ്ങളെക്കുറിച്ച് പൗലോസ് പഠിപ്പിക്കുന്ന അധ്യായമാണ്. അപ്പോൾ കൊരിന്ത്യർ സഭയ്ക്കകത്ത് ഒരു കൃപാവരത്തിന് കുറവില്ല. പക്ഷെ അവരുടെ കൃപാവരങ്ങളെ കർത്താവ് കൃത്യമായി ഉപയോഗിപ്പാൻ, കർത്താവിലൂടെ കൃത്യമായിട്ട് ഉപയോഗിപ്പാൻ പൗലോസ് അവനെക്കുറിച്ച് അവരെ ആഴമായിട്ട് പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ് 1 കൊരിന്ത്യർ ലേഖനം 12 അധ്യായം 13 അധ്യായം ഒക്കെ നമുക്കത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നിങ്ങളുടെ അകത്ത് കയറേണ്ട ഒരു ചിന്തയുണ്ട്. പൗലോസിലൂടെ പറയുകയാണ്, നിങ്ങളെല്ലാവരും പ്രവചിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അകത്ത് ആ ഒരു ഉറപ്പ് വരുന്നുണ്ടോ? പ്രവചനവരം എന്ന് പറയുന്ന ഒരു വരം ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം ഇന്നലെ മറന്നുപോയിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ചിലരുടെ മാത്രം കുത്തകയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ദൈവം അങ്ങനെ ഓഫീസുകൾ തുറന്നിരിക്കുന്ന ചില വ്യക്തികളുണ്ടായിരിക്കാം. നിങ്ങളുടെ മേൽ എല്ലാവരും കർത്താവ് ഇത് പകരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തലത്തിലേക്ക് കയറാം. ഇതിൻ്റെ ആരംഭ സ്റ്റെപ്പാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നലെ ഞാൻ ഈ വാക്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നതാണ്. ഈ വാക്യം ഒരാളൊന്ന് വായിച്ചു നോക്കി, എല്ലാവരും ഈ വാക്യം ഒന്ന് കാണണം കേട്ടോ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ വായിച്ചേ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുൾ ചെയ്യുകയും ചെയ്യും. കണ്ടോ, അപ്പൊ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ എഴുന്നേറ്റു എന്നതിന്റെ തെളിവെന്താണ്? സ്വപ്നത്തിൽ ഞാൻ അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും, ദർശനത്തിൽ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും, സ്വപ്നത്തിൽ ഞാൻ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആദ്യം നിങ്ങൾ സ്വപ്നത്തിലൂടെ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങും. എന്താണ് സ്വപ്നത്തിലൂടെ കേൾക്കാൻ കാരണം? എന്താണ്? ദൈവം സംസാരിക്കുന്നത് എപ്പോഴും പ്രാരംഭഘട്ടത്തിൽ ചിന്തകളായിട്ടും ചിത്രങ്ങളായിട്ടുമാണ്. നിങ്ങൾ സ്വപ്നത്തിൽ എന്താണ് ഇത് കേൾക്കാൻ കാരണം? എന്താണ്? നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാണ്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മനസ്സിനകത്ത് മറ്റ് ചിന്തകളൊന്നുമില്ല, നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമാണ്. ആ സമയത്ത് വൈദ്യശാസ്ത്രം പറയുന്നു, ഒരു വ്യക്തിയുടെ ബോധമനസ്സിലുള്ള കാര്യങ്ങൾ, നടക്കാത്ത കാര്യങ്ങൾ അപബോധ മനസ്സിലേക്ക് മറച്ചു വയ്ക്കുന്നത് ബോധമനസ്സ് സ്വസ്ഥമാകുമ്പോൾ ഉപബോധ മനസ്സിലേക്ക് പൊന്തി വരുന്നതാണ് സ്വപ്നമെന്ന്
വൈദ്യശാസ്ത്രം പറയുന്നു. ശലോമോന്റെ പുസ്തകത്തിൽ ശലോമോൻ പറയുന്നുണ്ട് കഷ്ടത വരുമ്പോൾ ആ വ്യക്തി രാത്രി സ്വപ്നം കാണുമെന്ന്. പക്ഷേ ബൈബിൾ പറയുന്ന അടുത്ത പ്രധാനപ്പെട്ട മേഖലയാണ് വൈദ്യശാസ്ത്രം പറയുന്നതല്ല, ശലോമോൻ പറയുന്നതല്ല, പരിശുദ്ധാത്മാവ് സ്വപ്നത്തെ കുറിച്ച് പറയുന്നത്. പരിശുദ്ധാത്മ പറയുകയാണ്, പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ, വളരുന്ന ഒരുവനുണ്ടെങ്കിൽ അവൻ കാണുന്ന സ്വപ്നം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് ഒന്നുകൂടെ ദൈവത്തിൽ ഉറപ്പിക്കപ്പെട്ടുകൂടെ? എത്ര കഠിനമായ അവസ്ഥയുടെ മടിവിലൂടെ കടന്നു പോകുമ്പോഴും, എത്ര വലിയ വേദനയുടെ മടിവിൽ കൂടെ കടന്നു പോകുമ്പോഴും കൃത്യമായി എന്നോട് സംസാരിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് രണ്ടാമതൊരാളുടെ ആവശ്യമില്ല. എന്നോട് നേരിട്ട് അവൻ സംസാരിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ കഥ ഉറപ്പ് വരുന്നുണ്ടോ? മറ്റൊരു വാക്യം കൂടെ ഞാൻ ഇന്നലെ കാണിക്കാത്തത് ഇന്ന് കാണിച്ച് നമുക്ക് ഒരുമിച്ച് ഇത് തന്നെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യമാണ് ആ വാക്യം. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. ഒരാളെ വാക്യം കൂടെ ഒന്ന് വായിച്ച് സഹായിക്കണേ, ഒന്ന് വായിക്കണേ ആ വാക്യം. പിന്നെ അവൻ അരുളി ചെയ്തത്, എന്റെ വചനങ്ങളെ കേൾപ്പിൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. 11:29 നമ്മുടെ സ്ക്രീനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. സംഖ്യാപുസ്തകം അവനോട് എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുകയും യഹോവ തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇതിന്റെ പശ്ചാത്തലം ഇനി പറയാൻ സമയമെടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ അകത്ത് കിടക്കുക, യഹോവയുടെ ജനം ഒക്കെയും, ഹലോ എത്ര പേരാന്നറിയോ? അവര് വേദപണ്ഡിതന്മാർ പറയുന്നു 6 ലക്ഷത്തോളം പുരുഷന്മാരുണ്ട്. അത് ബൈബിൾ പറയുന്ന കണക്കാണ്. 6 ലക്ഷത്തി ചില്ല പുരുഷന്മാർ. അങ്ങനെയെങ്കിൽ 6 ലക്ഷം എന്താ പറയുക സഹോദരിമാർ, ഭാര്യമാർ. അങ്ങനെയെങ്കിൽ ഒരു 12 ലക്ഷത്തോളം 15 ലക്ഷത്തോളം കൊച്ചുങ്ങൾ 2 പേര് വെച്ചാണെങ്കിൽ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 30 ലക്ഷം ഇസ്രായേൽ മക്കളെ മുൻപിൽ നിർത്തിക്കൊണ്ട് മോശ പറയുകയാണ്, ഈ ജനം മുഴുവൻ പ്രവാചകന്മാരായെങ്കിൽ കൊള്ളാമായിരുന്നു. യഹോവ തന്റെ ജനത്തെ, യഹോവ തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ തന്റെ ജനത്തിന്റെ മേൽ പകരുമ്പോൾ അവിടെ സംഭവിക്കുന്നതാണ് പ്രവചന ആത്മാവ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം അവർ കേൾക്കുന്ന തലത്തിലേക്ക് എഴുന്നേറ്റ് വരും. നിങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ അകത്ത് ആത്മാവ് ഉണ്ട് കേട്ടോ. നമ്മളെ ആരും ഇത് പഠിപ്പിക്കാത്തതുകൊണ്ടുണ്ടായ കുഴപ്പമാണ്. നിങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ അകത്ത് ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ടുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ദാനമായിട്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി ഇതിന്റെ ആരംഭ സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞു. ഇനി എന്തിനാണ് ആത്മാവ് നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇത് തുറക്കാൻ തുടങ്ങും. ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ആത്മാവിനെ എൻ്റെ മേൽ പകർന്നിട്ടുണ്ടല്ലോ, അതൊന്നുകൂടി എന്നിൽ തുറന്നു വരണമേ. ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ച്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഉറങ്ങിപ്പോകും ചിലപ്പോൾ. ഒന്ന് മൈക്കിളെല്ലാം മൺമ്യൂട്ടിട്ട് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ എനിക്ക് തലത്തിലേക്ക് വളർന്നേ മതിയാകുള്ളൂ. ഞങ്ങൾ ഈ വാക്യം തന്നെ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. എന്റെ ജീവിതത്തില്, അനുദിന ജീവിതത്തില് ഓരോ കാര്യങ്ങളും സെലക്ട് ചെയ്യത്തക്ക നിലവാരത്തിൽ എനിക്ക് ദൈവശബ്ദം കേട്ടേ മതിയാകുള്ളൂ. ഷാബാനാബ, എന്റെ മേലെ അങ്ങനെ ഒരു ആത്മതലം തുറമേ മതിയാകുള്ളൂ. ഒന്ന് പ്രാർത്ഥിച്ചോ. ഷാബാന പ്രൗഢമനഘടകതനം പ്രൗഢമനഘടകതനാരഘടകതന വേദപ്രൗഢമനഘടകതന. എല്ലാ അതരങ്ങളും തുറന്ന് പ്രാർത്ഥിച്ചോ കേട്ടോ. ആരും മയങ്ങിപ്പോകരുത്, ആരും ഉറങ്ങിപ്പോകരുത്. പരിശുദ്ധാത്മാവ് അങ്ങനെ നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് അങ്ങനെ നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. പരിശുദ്ധാത്മാവേ, ഇവർ ആത്മാവിനെ അങ്ങ് തുറക്കേണ്ടവനായി, ഇവർ ആത്മാവിനെ അങ്ങ് സ്പർശിക്കേണ്ടവനായി.
Shaka Rapa Rapa Precious Kanadinadana Proudabanagadagadana Jubal Precious Kanadinadana Andarabiragada Proudabanagadagadana Parishudalmavi Angada Janatinamil Angana Toravi Toradu Verandavanai Angana Talamanga Turakadavanai Angana Edabadana Karabiliputu Verandavanai Young Urimishagu Pratikian ഇങ്ങനെ നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദർശനങ്ങൾ കാണാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ മൈൻഡ് വിഷൻ ഓപ്പൺ ആകാത്തത്? ഞാൻ ഇന്നലെ ഇതിൻ്റെയൊക്കെ സ്റ്റെപ്പുകൾ ചെറുതായി പറഞ്ഞിരുന്നു. സ്വപ്നം നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ കാണുന്നതാണ്. ചിലർ സഭായകത്തിലിരുന്ന് ഉറങ്ങി കാണാറുണ്ട് കേട്ടോ. അതിനപ്പം അപ്പം നമുക്ക് രാത്രി എന്നുള്ളത് മാറ്റിയിട്ട് ഉറങ്ങുമ്പോൾ കാണുന്നതാണ്, അങ്ങനെ പറയാം. നമുക്ക് നമ്മുടെ ചർച്ചിലൊരു മോനുണ്ട്, ഞങ്ങൾ പ്രയർ ജേണി പോകുമ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരൻ അങ്ങ് ഇരുന്ന് ഉറങ്ങിപ്പോവും. ഉറങ്ങിയിട്ട് പുള്ളിക്കാരൻ എഴുന്നേറ്റ് പറയും, പാസ്റ്റർ ഇവിടെ തൊട്ടടുത്ത് ഇങ്ങനൊരു സ്ഥലമുണ്ട്. അപ്പോൾ കടന്നു പോകുന്ന വഴിയിലുള്ള പല ശക്തി കേന്ദ്രങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അവൻ കാണുമായിരുന്നു. അപ്പം രാത്രി കിടന്ന് ഉറങ്ങുക എന്ന പദം ഞാൻ തിരുത്തിയിട്ട് ഞാൻ പറയുന്നു, ഉറക്കത്തിൽ കാണുന്നതാണ് സ്വപ്നം. എന്നാൽ നിങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് കൊണ്ട് കാണുന്നതാണ് മൈൻഡ് വിഷൻ എന്ന് പറയും. അത് നിങ്ങൾ കൃത്യമായിട്ടൊരു ചിത്രമായിട്ട് കാണുക അല്ല. നിങ്ങൾ ശരിക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റു ചിന്തകളെല്ലാം മാറ്റിവെച്ച് ദൈവത്തിലുള്ള ഉറപ്പോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കാണുകയാണ്. അത് കൃത്യമല്ല. അതുകൊണ്ട് ചില പറയുന്നത് അങ്ങനെ കണ്ട പോലെ തോന്നിയിട്ടോ, അതെന്താ അങ്ങനെ തോന്നി എന്ന് പറഞ്ഞത്? കണ്ടോ? കണ്ടില്ല. കണ്ടോ? എന്നാ കണ്ടു. കണ്ണുകൊണ്ട് ഈ വ്യക്തി ഒരു ചിത്രം കണ്ടോ? കണ്ടില്ല. എന്നാൽ കണ്ടു. ഇത് സംശയം വരുന്ന തരത്തിൽ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആവോ, ഇരുന്ന് ഉറങ്ങുകയാണാവോ? ഇതാണ് മൈൻഡ് വിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാര്യം നിങ്ങൾക്ക് കണ്ടതുപോലെ തോന്നാം. ഞാനിങ്ങനെ പല പ്രാവശ്യം പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നതിൽ ഒരു സിസ്റ്റർ ഒരു ദിവസം എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ഇപ്പോഴല്ല കുറച്ച് വർഷം മുമ്പാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് തീരെ വയ്യ, എൻ്റെ തൊണ്ടയൊക്കെ അങ്ങ് അടഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുക. പക്ഷേ ഈ കൊച്ച് വലിയ വേദനയിൽ എന്നെ വിളിച്ചതാ, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ കൊച്ച് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ആ കൊച്ചിനോട്, ഒരു മോളാണ്, ഞാൻ ആ മോളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല എനിക്ക് വയ്യാത്തോണ്ടാന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു മോള് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അന്യഭാഷ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ കൊച്ച് അന്യഭാഷ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം പെട്ടെന്ന് ഞാൻ കാണുകയല്ല, ഞാനൊരു ഒരു വീടിൻ്റെ തറ, അതിൻ്റെ താഴെ പാമ്പിനെ, ഞാൻ അക്ഷരാർത്ഥത്തിൽ പാമ്പിനെ പാമ്പായിട്ട് കാണുകയല്ല, പക്ഷെ എനിക്കെൻ്റെ കണ്ണുകൊണ്ട് കാണാം. ഒരു വീട് കാണാം, ഒരു പഴയ വീട്. ആ വീടിൻ്റെ തറ എനിക്ക് കാണാം. ആ തറയ്ക്കകത്തിരിക്കുന്ന പാമ്പിനെ എനിക്ക് കാണാം. എന്നാൽ ഞാൻ പാമ്പിനെ കണ്ടിട്ടില്ല, എന്നാൽ ഞാൻ തറ കണ്ടിട്ടില്ല, എന്നാൽ ഞാൻ കണ്ടു. കറക്റ്റാണ്. ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, മോള് പ്രാർത്ഥന വരുത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഇങ്ങനൊരു കാഴ്ച കാണുന്നു. നിന്റെ കുടുംബത്തിനകത്ത് വീടിൻ്റെ തറയിൽ, വീടിൻ്റെ അടിയിൽ ഒരു പാമ്പിരിക്കുന്നത് ഞാൻ കാണുന്നു, ഒരു പഴയ വീട് ഞാൻ കാണുന്നു. അപ്പോൾ അവൾ കിടന്ന് ഉരുളാൻ തുടങ്ങി. അവൾക്ക് കാര്യം അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ ഉരുളരുത്, ഞാൻ കണ്ട കാര്യം കറക്റ്റാണ്. നിങ്ങളുടെ വീട്ടിലൊരു വലിയ പ്രശ്നമുണ്ട്. ഇല്ല പാസ്റ്റർ, ചെറിയ പ്രശ്നം. ഞാൻ ചെറിയ പ്രശ്നമല്ല, ഞാനൊരു വീടിൻ്റെ തറയുടെ അടിയിൽ പാമ്പിനെ ദൈവം എന്നെ കാണിച്ചെങ്കിൽ ആ വീട്ടിൽ എന്തോ മാരകമായ പ്രശ്നമുണ്ട്. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അപ്പനും അമ്മയും വർഷങ്ങളായിട്ട് രണ്ടായിട്ടാണ് താമസിക്കുന്നത്, 2 സ്ഥലത്താണ് താമസിക്കുന്നത്. വലിയ പ്രശ്നത്തിലൂടെ ഞങ്ങളുടെ കുടുംബം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ ചിന്തകൾ ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ മൈൻഡ് വിഷൻ തുറക്കും. ചില ആൾക്കാർ ഇത് പറയില്ല, ചില ആൾക്കാർ പേടിച്ച് പറയില്ല, തെറ്റിപ്പോകുമോ എന്നുള്ള പേടിയിൽ. നിങ്ങളൊരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നു എന്ന നിലയിൽ പ്രവാചകനായിട്ട് വെളിപ്പെടാൻ വേണ്ടി നിങ്ങളത് പറയണ്ട. പക്ഷെ നിങ്ങളൊരു വ്യക്തിയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് കർത്താവ് അങ്ങനെ തുറന്നാൽ നിങ്ങൾ ധൈര്യത്തോടെ ചോദിക്കണം. അങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ദൈവത്തിൽ ഉറപ്പിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ദൈവാത്മ തുറക്കാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞതാണ്. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഉറങ്ങാതിരുന്ന് കേൾക്കുന്നെന്ന് ഞാൻ ചിന്തിക്കുന്നു. എനിക്ക് 2-3 പേരെ കാണാം. ആരും വീഡിയോ ഓൺ ചെയ്യേണ്ട കേട്ടോ, ആരും വീഡിയോ ഓൺ ചെയ്യേണ്ട. ഈ രാവിലെയുള്ള മീറ്റിങ്ങിൽ നിങ്ങൾ ആരും വീഡിയോ ഓൺ ചെയ്യേണ്ട. 2-3 പേര് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നു, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ വീഡിയോ ഓൺ ഇരുന്നു കൊള്ളണമെന്ന് ഇല്ല. രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുകയാണല്ലോ. എന്നാൽ നിങ്ങൾ കണ്ണുകളടച്ച് നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ
മൈൻഡ് വിഷൻ അല്ല, കൃത്യമായിട്ട് നിങ്ങൾക്ക് ദർശനം കാണാം. നമ്മുടെ പത്രോസ് താന് പ്രാർത്ഥിക്കുന്ന, തനിക്ക് നന്നായി വിശന്ന സമയത്ത് സഹോദരിമാർ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ നേരത്ത് ശരിക്കും പുരുഷന്മാർക്ക് വിശന്നു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ സഹോദരന്മാർക്ക് ചിലപ്പോൾ ദേഷ്യം വരും. പക്ഷേ പത്രോസിൻ്റെ അകത്ത് ദേഷ്യമല്ല വന്നത്. അവൻ ആ നേരത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് അവൻ വെൺമാടത്തിൽ കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദുപ്പട്ടി ഇറങ്ങി വരുന്ന കൃത്യമായ ദർശനം കാണുകയാണ് അവൻ. ആ ദുപ്പട്ടിക്കകത്ത് എല്ലാവിധ മൃഗങ്ങളെയും ആ ദുപ്പട്ടിക്കകത്ത് അവൻ കാണുകയാണ്. അവൻ കണ്ട വഴിക്ക് അവൻ പറഞ്ഞു, കർത്താവേ അയ്യോ ഇത് അറപ്പുള്ളമാണ്. കർത്താവ് പറഞ്ഞു, മോനെ ഇല്ലടാ, സ്വർഗം ഒന്നിനെ വിശുദ്ധീകരിച്ചാൽ അത് വിശുദ്ധമാണ്, അറുത്ത് മുറിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഏകാഗ്രമാക്കിയാൽ ദൈവസന്നിധിയിൽ നിങ്ങളുടെ മനസ്സിന് മറ്റ് ഈ ദർശനങ്ങൾ നിങ്ങൾ കാണണമെങ്കിൽ, ദർശനങ്ങൾ നിങ്ങൾ കാണണമെങ്കിൽ, മൈൻഡ് വിഷൻ നിങ്ങളുടെ തുറക്കണമെങ്കിൽ, നിങ്ങൾ അയ്യപ്പത്തോന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്നിരുന്ന മനസ്സിനകത്ത് മുഴുവൻ വിഷയങ്ങൾ ഇങ്ങനെ മനസ്സിനെ കലക്കി മറിച്ചിരുന്നാൽ ഇത് നിങ്ങൾ കാണില്ല കേട്ടോ. ഇത് കാണാൻ സാധ്യത കുറവാണ് കേട്ടോ. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടെന്നുള്ള ഉറപ്പിൽ നിങ്ങൾ മറ്റെല്ലാ വിഷയം മറന്നുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ജീവൻ മാർഗം നമുക്ക് തുറന്നു നൽകുന്ന കർത്താവിനെ നിങ്ങൾ ശക്തിയോടെ മഹത്വപ്പെടുത്തി അവനിൽ നിങ്ങൾ ആനന്ദിക്കാൻ തുടങ്ങിയാൽ അറിയാതെ നിങ്ങളുടെ കണ്ണ് തുറക്കാൻ തുടങ്ങും. ഞാൻ ഈ വാക്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കുമെന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നല്ലോ. ഒരാളുമായി കൺമുട്ടി ഇത് വാക്യം വായിച്ചേ, ഒരാൾ ഈ വാക്യം വായിച്ചേ. നിന്റെ സന്നിധിയിൽ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നുവല്ലോ. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ സന്തോഷപൂർണനാക്കുന്ന ഒരു ദൈവം ഉണ്ടോ? ദൈവ സാന്നിധ്യം നീ അറിയാൻ തുടങ്ങിയാൽ, ഞാൻ ഇന്നലെ പറഞ്ഞു സന്തോഷവും ആനന്ദവും നമ്മൾ വ്യത്യാസം പറഞ്ഞു. സന്തോഷം കാര്യങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ് സന്തോഷം. എന്നാൽ ആനന്ദം അതല്ല. ആനന്ദം കാര്യം നടക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല. ആനന്ദം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വരുന്നതാണ്. കാര്യങ്ങൾ ഒന്നും നടന്നില്ലെങ്കിൽ നിങ്ങളുടെ അകത്ത് സാന്നിധ്യം ഉണ്ടാകും. സാന്നിധ്യത്തിൽ വന്നാൽ ആനന്ദമുണ്ടാകും. നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ അകത്ത് കാര്യങ്ങൾ നടന്നാലും നടന്നില്ലെങ്കിലും ആനന്ദം വരാൻ തുടങ്ങും. ആനന്ദമുണ്ടായാൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാകും, നിങ്ങൾ ഭയങ്കര ഉറപ്പുള്ളവരായി മാറും. എന്താണ് പ്രത്യേകത? അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറയുന്ന വാക്കുകൾ ഭയങ്കര ദൈവശക്തി തുറക്കും. എന്തു സംഭവിക്കും? നിങ്ങൾ എന്താണോ പ്രഖ്യാപിക്കുന്നത് അത് നിങ്ങളുടെ കുടുംബത്തിൽ തുറന്നു വരാൻ തുടങ്ങും. ഓക്കെ, ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പറഞ്ഞാൽ മാത്രം പോലെ പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ആദ്യം നിങ്ങളുടെ അകത്ത് കയറേണ്ടത്, ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവ സാന്നിധ്യം ഉണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് എടുത്ത ക്ലാസ്സാണിത് കേട്ടോ. നിങ്ങൾ ഇരിക്കുന്ന ഈ മുറിക്കകത്ത് ദൈവ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തിൽ മറ്റെല്ലാ ചിന്തകളും മറന്നുകൊണ്ട്, എല്ലാ ആവശ്യങ്ങളും മറന്നുകൊണ്ട് 3-4 മിനിറ്റ് വരെ എല്ലാവരും അന്യഭാഷ പറഞ്ഞ്, പറ്റുന്നവർ കണ്ണടച്ച് അന്യഭാഷ പറഞ്ഞ് നിങ്ങളുടെ മൈൻഡ് ഒന്ന് തുറക്കുമ്പോൾ നോക്കാം. ഷാബാരാബാന, മറ്റെല്ലാ വിഷയങ്ങളും മറന്ന് നിങ്ങൾ ക്രിസ്തുവിലാണ്, അത് മാത്രം ധ്യാനിക്കുക. നിങ്ങൾ ക്രിസ്തുവിലാണ്. ഷാ റബാന ഷക്കൽ പ്രൗഢമ. കണ്ണടച്ച് പ്രാർത്ഥിച്ചോ കേട്ടോ, കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഷാബാബ ശബ്ദ കടകതന. മൈൻഡ് വിഷൻ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷാബാറാബാന ഹന്ദൽ കടകമന. പ്രവചനത്തിന്റെ വരം, ഓ ഷാബാന, ദർശനത്തിന്റെ വരങ്ങൾ ദൈവാത്മാവ് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷാബാന, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, ഓ നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും എന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ വാക്തത്വമാണെങ്കിൽ ഈ തലമുറയുടെ കണ്ണ് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചിലതിന്റെ മേൽ വെട്ടേൽക്കുന്നു, ചിലതിന്റെ മേൽ വെട്ടേൽക്കുന്നു. ഷാഖാ
നിന്റെ കുടുംബത്തിന്റെ ആത്മീക വളർച്ചയ്ക്കും ഭൗതിക നന്മകൾക്കും ഉറവൽ ഘടകമന ശബൽ പ്രവണകന ഭദ്രതയ്ക്കും എതിരായി ദുഷ്ടനായ പിശാച് എഴുതുവെച്ച പണിതുവെച്ച പദ്ധതികളുടെ മേൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ദൂതന്മാരുടെ പ്രഹരമേൽക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അവനെ വെട്ടിമാറ്റുവാൻ ഇറങ്ങി നിൽക്കുന്നു. വചനം വാളായിട്ട് എഴുന്നേറ്റ് വരുന്നു. ഒരു ബ്രേക്ക് ത്രൂ ഷാബാന ഘടകവന വരിഞ്ഞു മുറുക്കിയതുപോലെ കെട്ടിവെച്ചിരിക്കുന്ന ലംബൽ പ്രണവന ജീവിതത്തിന്റെ അവസ്ഥകള് ഓറബൽ ഘടകവന ജീവിത സാഹചര്യങ്ങള് അറുത്തുമാറ്റി ഒരു ബ്രേക്ക് ത്രൂ ദൈവത്താൽ ഒരു വഴി ദൈവാത്മാവ് തുറക്കുന്നു. ഈ രാവിലെ തുറക്കുകയാണ്. കുടുംബങ്ങളുടെ മേലെ അത് തുറന്നു വരികയാണ്. ദൈവാത്മാവേ ഇന്ന് രാവിലെ അത് തുറക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 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 ഈ കുടുംബങ്ങളുടെ മേലെല്ലാം ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുവാൻ വന്നിരിക്കുന്ന കർത്താവേ, ഈ 62 കുടുംബങ്ങളുടെ മേൽ അത് തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അത് തുറക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ പല അവസ്ഥകളുടെ നടുവിലാണ്. അങ്ങയുടെ മക്കൾ പല വേദനകളുടെ നടുവിലാണ്. അങ്ങയുടെ മക്കൾ പല സാഹചര്യങ്ങളുടെ നടുവിലാണ്. ഏതിന്റെ നടുവിൽ വഴി തുറക്കുന്നവൻ, ഏതിന്റെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നവൻ, അങ്ങയുടെ കരം ഇന്ന് രാവിലെ ഇറങ്ങി വരുവാൻ, അങ്ങയുടെ കരം ഈ മക്കളുടെ മേൽ തുറന്നു വരുവാൻ, അങ്ങയുടെ മക്കൾ കർത്താവെ ദൈവാത്മാവിനാൽ ശക്തിയുള്ളവരായി ആത്മതലം തുറക്കുന്നവരായി കർത്താവ് ഒരു വിഷയത്തിന്റെ നടുവിലും വ്യാകുലപ്പെടാതെ എന്ത് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് ചെയ്യണമെന്ന് കൃത്യമായി ദൈവാത്മാവിനാൽ അറിയുന്നവരായി നമ്മൾ രാവിലെ ചില മിനിറ്റുകൾ കൊണ്ടാണ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ബൈബിളിനകത്ത് ഈ പ്രവാചക പള്ളിക്കൂടങ്ങൾ, ഏലീശയുടെ പ്രവാചക ശിഷ്യന്മാർ, ഏലിയാവിൻ്റെ പ്രവാചക ശിഷ്യന്മാർ എന്നൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് മറുപടി പറയുന്നേ? ഉണ്ട്. അപ്പൊ എൻ്റെ ചോദ്യം, എനിക്കൊരു സംശയമുള്ളത്, ഈ നിങ്ങൾ LKG പോയപ്പോൾ അവിടെ ഈ അല്ലെ വേണ്ട ഇംഗ്ലീഷ് ABC ഇത് പഠിപ്പിക്കില്ലായിരുന്നു സ്കൂളിൽ പോയപ്പോൾ? അപ്പോൾ ഈ പ്രവാചക പള്ളിക്കൂടത്തിൽ പോയപ്പോൾ അവരെ എന്താ പഠിപ്പിക്കുന്നത്? എന്താ, ഒരാൾ മുമ്പിൽ വന്നാൽ എങ്ങനെ പ്രവചിക്കണമെന്നോ? ആള് ഇപ്പോൾ റോസ്മിൻ തലയിൽ തുണിയിട്ടിരിക്കുകയാണ്. അപ്പോൾ റോസ്മിനെ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ റോസ്മിനെ കാണുമ്പോൾ എന്ത് പ്രവചിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണോ പ്രവാചക പള്ളിക്കൂടം? ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. അപ്പോൾ പ്രവാചക പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ടാൽ എങ്ങനെ പ്രവചിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണോ പ്രവാചക പള്ളിക്കൂടം? അല്ല കേട്ടോ, എങ്ങനെ പ്രവചിക്കണമെന്ന് പഠിപ്പിക്കുന്നതല്ല പ്രവാചക പള്ളിക്കൂടം. ഒരു വ്യക്തി പ്രവചന ആത്മാവിൽ നിറയണമെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിനെ ആ വ്യക്തി ശ്രദ്ധിക്കാൻ, ആ മനസ്സിലെ ചിന്തകളെ ആ വ്യക്തി ക്രമീകരിക്കാൻ പഠിക്കണം. ചിന്തകളെ ദൈവസന്നിധിയിൽ ട്യൂൺ ചെയ്യാനും ദൈവാത്മാവിനാൽ ആ വ്യക്തി ബന്ധിക്കപ്പെടുവാനും അല്ലെങ്കിൽ കണക്റ്റഡ് ആകാനും നിങ്ങൾ പഠിപ്പിക്കണം. അതിനാണ് നമ്മൾ പറയുന്നത് മറ്റൊന്നും നിങ്ങൾ എന്ത് ചെയ്ത് വിചാരപ്പെടരുത് എന്ന് പറയാൻ കാരണം. അപ്പം നിങ്ങളുടെ അകത്ത് ദൈവാത്മാവ് നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് കർത്താവ് സംസാരിക്കാൻ തുടങ്ങും. പക്ഷെ നിങ്ങളുടെ അകത്ത് മറ്റ് വിചാരങ്ങൾ, ദൈവപരിജ്ഞാനത്തിന് വിരോധമായി പൊന്തി വരുന്ന ചിന്തകളെല്ലാം നിങ്ങൾ പിടിക്കാൻ പഠിക്കണം. അതൊരു വാക്യമാണ് കേട്ടോ.
2 കൊരിന്ത്യർ ലേഖനത്തിൽ വാക്യമാണ്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾക്കും കോട്ടകൾക്കും സങ്കല്പങ്ങളെ ഇടിച്ചു കളഞ്ഞ് ദൈവപരിജ്ഞാനത്തിന് വിരോധമായി പൊന്തി വരുന്ന സകലതിനെയും എല്ലാ ഉയർച്ചകളെയും ഞങ്ങൾ പിടിച്ചടക്കും. കണ്ടോ? അപ്പൊ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ദൈവാത്മാവിനാൽ നിങ്ങളുടെ അകത്തുള്ളാകുന്ന ആത്മമനുഷ്യനാൽ പിടിച്ചടക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് മാൻ തുറന്ന് നിങ്ങൾ കാണുന്നതാണ് ഈ കാഴ്ചകൾ. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ പ്രാർത്ഥന സെക്ഷൻ അവസാനിപ്പിച്ചാലും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള സെക്ഷനുകൾ ഓഫ്ലൈനായിട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ മക്കളോട് വിളിച്ച് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങളൊരു നിശ്ചിത സമയം നിങ്ങൾ ഇപ്പം ഇത് ഓൺലൈൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ കൂടുതൽ നേരം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ മൈക്ക് വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. ചിലർ കിടന്ന് ഉറങ്ങുകയാണ്, അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നത്, ഇത് നിർത്തി നിങ്ങൾ ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുന്നത്. കാരണം ചിലപ്പോൾ ചില ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് പണിതുകൊണ്ടിരിക്കുന്നു, വണ്ടിയിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, അടുക്കളയിൽ കിടന്നു വർക്ക് ചെയ്യുന്നു. അതൊക്കെ നല്ല കാര്യം. നിങ്ങൾ അതിൻ്റെയൊക്കെ നടുവിൽ കയറി ഇത് കേൾക്കുന്ന നല്ല കാര്യമാണ്. പക്ഷെ അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാകില്ല. ഒരു വ്യക്തി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ മനസ്സ് ഏകാഗ്രമാകുമോ? ഇല്ല. ആ വ്യക്തിക്ക് എന്ത് ചെയ്യണം? ബ്രേക്ക് എവിടെയാ, ക്ലച്ച് എവിടെയാ, ഇതിനെക്കുറിച്ചൊരു വ്യക്തി വേണം ആ വ്യക്തി നിൽക്കാനായിട്ട്. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വണ്ടി വല്ലയിടത്തും കൊണ്ടിടിക്കും. ഒരു വ്യക്തി കാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ആത്മവിശ്വാസം അടക്കില്ല. ആത്മവിശ്വാസം നടന്നാൽ ആ വണ്ടിയും പോവും, ആളും പോവും. അപ്പോൾ ആത്മമണ്ഡലത്തിൽ നമ്മുടെ ചിന്തകൾ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒരു വലിയ പങ്കുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ചിന്തകൾ ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കാൻ ഒരു സമയം വേണം. അതിനെയാണ് പ്രവാചക പള്ളിക്കൂടം എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പഠിക്കുകയാണ്, ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ പഠിക്കുകയാണ്, ആവശ്യങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അവനിൽ മാത്രം ഉറപ്പിക്കപ്പെടാൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ അവനെ ഉറപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വർഗം പറയുന്നവ കൃത്യമായിട്ട് നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ ഉറപ്പോടെ പറയാറുണ്ട്, 3 മാസം നിങ്ങൾ ഒരു ദിവസം 1 മണിക്കൂർ നേരം അന്യഭാഷ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആത്മാവ് തുറന്ന് നിങ്ങൾ കാഴ്ചകൾ കാണുന്ന തലത്തിലേക്ക് നിങ്ങൾ വളർന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പിക്കപ്പെട്ട് പ്രാർത്ഥിക്കുക. ഒരുമിച്ച് നമുക്ക് ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഈ പ്രാർത്ഥന സെക്ഷൻ അവസാനിപ്പിക്കാം. എല്ലാ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പരിശുദ്ധാത്മാവേ അങ്ങനെ എന്നെ വളർത്തണമേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. ഷാപാരാപാനാപാന ശംഭപ്രൗഢമനഘടകതന ശകാബാബ പ്രൗഷസ്കരാദിരാധന പ്രൗഢമനഘടകതനാരഘടകതന ധീര പ്രൗഢമനഘടകതനാരഘടക പ്രൗഢമനഘടകതനാരിക പ്രൗഷമനഘടകതനാരഘടകതന വൈഡ പ്രൗഢ ജപ പ്രൗഷമന റംബൽ പ്രൗഢമന വേദ പ്രൗഢമനഘടകതനം ഈ 3 ദിവസം കൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ബേസ് നിങ്ങളുടെ അകത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് മറ്റൊന്നും ചിന്തിക്കാതെ ദൈവത്തിൽ മാത്രം ഉറപ്പിക്കപ്പെട്ട് മറ്റു ചിന്തകളെല്ലാം മാറ്റി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത സെക്ഷനിൽ മറ്റൊന്നും പറയാതെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സാവകാശം ഉണ്ടാക്കാം. ഞാൻ ഇന്നലെ രാത്രി വളരെ ലേറ്റായിട്ടാണ് കിടക്കുന്നത്. ഒന്നാമത്തെ കാരണം ഞാൻ ഇന്നലെ നമ്മുടെ ഹാളിനകത്ത് ശാലോം ഗ്ലോബൽ ഫാമിലിയുള്ള ബന്ധത്തിൽ ഈ വെള്ളിയാഴ്ച മുതൽ നമ്മൾ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് കേരളത്തിൽ ഒരുവിധം ശക്തിയോടെ ദൈവാത്മ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവദാസന്മാർ എല്ലാവരും ഈ മീറ്റിങ്ങുകളിൽ നമ്മെ ശുശ്രൂഷിപ്പാനായിട്ട് കടന്നു വരികയാണ്. ഇത്രയധികം ദൈവദാസന്മാർ ഒരുമിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ചർച്ചിൽ തൃശ്ശൂർ
ഒരു സമയത്ത് ഇങ്ങനെ ഒരു 40 ദിവസമായിട്ട് വരുന്നത് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഉണ്ടാകാം. ഈ ശുശ്രൂഷകൾ ഒരുമിച്ച് ഒരു വലിയ സദ്യയായിട്ട് കർത്താവ് ഇവരെ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ ഉപയോഗിക്കുന്നവരാണ്. ഇതിനകത്ത് ശക്തന്മാരായ പ്രവാചകന്മാരുണ്ട്, കൃത്യമായ ദർശനങ്ങൾ കാണുന്നവരുണ്ട്, സഭയുടെ ശുശ്രൂഷകന്മാരുണ്ട്, ദീർഘവർഷങ്ങളായിട്ട് കർത്താവിൻ്റെ വേലയിൽ ഒരു സ്പിരിച്വൽ ഫാദറായിട്ട് വളർന്നു നിൽക്കുന്നവരുണ്ട്, പല നിലയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ചുമക്കുന്നവരുണ്ട്, കൃപാവരങ്ങൾ പകരാൻ ദൈവം ഉപയോഗിക്കുന്നവരുണ്ട്. പല നിലകളിൽ ദൈവാത്മ ഉപയോഗിക്കുന്ന അഭിഷക്തന്മാരാണ് ഈ 26 പേര് നമ്മുടെ നടുവിൽ ഈ വരുന്ന വെള്ളിയാഴ്ച മുതലുള്ള സെക്ഷനുകളിൽ നമ്മുടെ നടുവിൽ ശുശ്രൂഷിപ്പാനായിട്ട് കടന്നു വരികയാണ്. ഇത് നിങ്ങളുടെ എല്ലാവരും കുടുംബത്തിന് അനുഗ്രഹമാകണം. എനിക്ക് ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മൾ വയ്ക്കുന്നതല്ല ഇത്. അങ്ങനെ ഒരു ആവശ്യം എൻ്റെ മുമ്പിലില്ല. ഇത് നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം അനുഗ്രഹമാകണം. നമ്മൾ ഇതിനൊരു വാൾ പോസ്റ്റ് അടിച്ചിട്ടില്ല, ഇതിന് നമ്മൾ നോട്ടീസ് അടിച്ചിട്ടില്ല. ഇന്നലെ രാത്രി ഞങ്ങൾ 11:45 ഇതിൻ്റെ ഫ്ലയർ ഞങ്ങൾ ഉണ്ടാക്കി കഴിയുന്നത്. കാരണം മീറ്റിംഗ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തുടങ്ങുകയാണ്. ഇന്നെന്താഴ്ച? ഇന്ന് ബുധൻ, നാളെ വ്യാഴം, മറ്റന്നാൾ ഈ മീറ്റിംഗ് തുടങ്ങുകയാണ്. ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആണ്, നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആണ്. വിദൂരതയിലുള്ളവർക്ക്, വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക്, എനിക്കറിയാം ഇന്ന് രാവിലെ തന്നെ പല ഭൂഖണ്ഡങ്ങളിൽ നിന്നുകൊണ്ട്, എനിക്ക് തോന്നുന്നു സാധാരണ 4-5 ഭൂഖണ്ഡങ്ങളുള്ളവരുണ്ടാകാറുണ്ട്. ഇന്ന് ഞാൻ കൃത്യമായി നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ. ഒരു ദൈവദാസി, ഞാൻ അതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരു ദൈവദാസി പാസ്റ്റർ ഷിൻഡോ പെരുമ്പാവനോട് വിളിച്ച് സംസാരിച്ചു. തൻ്റെ യൂട്രസിനകത്തൊരു വലിയ മുഴ. ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. തൻ്റെ യൂട്രസ് എടുത്ത് നീക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ താൻ വല്ലാതെ വേദനിച്ച് തൻ്റെ ചർച്ചിലെ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ ചെയ്തു. പക്ഷേ ഇവർക്ക് പോകാൻ തോന്നുന്നില്ല. അപ്പോൾ ഷിൻഡോ പാസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ തൃശ്ശൂർ എനിക്കറിയാവുന്ന, ഞാൻ ശുശ്രൂഷിക്കുന്നൊരു ചർച്ചുണ്ട്, ആ ചർച്ചിനകത്ത് 40 days ഫാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ നിങ്ങളെ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുക. ജിനു എന്നാണ് സിസ്റ്ററുടെ പേര്, ജിനി അല്ലെങ്കിൽ ജിനു എന്നാണ്. കാക്കനാടാണ് അവരുടെ വീട്. എന്നോട് പറഞ്ഞില്ല ഈ സിസ്റ്റർ 40 ദിവസം, അന്ന് എനിക്ക് തോന്നുന്നു സൂമിലാണ് പ്രാർത്ഥന, സൂം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. 40 ദിവസം പ്രാർത്ഥന ഈ സിസ്റ്റർ ആരംഭം ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുത്തു. ഞാനൊരു റിസൾട്ടുകളൊന്നും അറിയുന്നില്ല. പിറ്റേ വർഷം 40 ദിവസം ഉപവാസ പ്രാർത്ഥന ഡിസംബറിൽ നടക്കുമ്പോഴാണ്. അപ്പോൾ 2 പ്രാവശ്യം നടക്കാറുണ്ട്. ഡിസംബറിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന നടന്നപ്പോൾ ഈ സിസ്റ്റർ, ഞാൻ നോക്കുമ്പോൾ ചർച്ചിനകത്ത് ഒരു സഹോദരി, പരിചയമില്ലാത്തൊരു സഹോദരി, 2 മക്കളും വന്നിരിക്കുന്നു. അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ ഞങ്ങളുടെ അടുക്കിലേക്ക്, ഞങ്ങളുടെ സഹോദരിമാരെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ, സഹോദരിമാർ ഞാനും കൂടി ഇരിക്കുമ്പോൾ ആ സഹോദരി ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്റർക്ക് എന്നെ പരിചയമില്ല, ഞാൻ എല്ലാ ദിവസവും സൂമിൽ കയറുന്നൊരു സഹോദരിയാണ്. കഴിഞ്ഞ വർഷം മുതലാണ് ഞാൻ സൂമിൽ കയറാൻ തുടങ്ങിയത്. പാസ്റ്റർ, നിങ്ങൾ ആ 40 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ദിവസവും എല്ലാ 3 സെക്ഷൻ ഞാൻ മുടങ്ങാതെ കയറുമായിരുന്നു. കാരണം ഡോക്ടർമാർ എന്നോട് എൻ്റെ യൂട്രസ് എടുത്തു കളയാൻ ആവശ്യപ്പെട്ടതായിരുന്നു. പക്ഷെ എനിക്ക് അതിന് താല്പര്യം തോന്നിയില്ല. ഞങ്ങളുടെ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് വിട്ടതാണ് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട്. പക്ഷേ എന്തോ എൻ്റെ അകത്തൊരു ഉറപ്പ് വന്നു, ദൈവാത്മാവിനെ സൗഖ്യമാക്കുമെന്ന്. പാസ്റ്റർ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം പെട്ടെന്ന് ദൈവാത്മാവിനാൽ പ്രാർത്ഥിക്കുവാൻ പാസ്റ്റർ നിയോഗം കിട്ടി. പ്രാർത്ഥിച്ച സമയത്ത് പെട്ടെന്ന് ഞാൻ വീഡിയോ ഓൺ ചെയ്തു വന്നു. അന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മേലൊരു ആത്മതലം തുറന്നു വന്നു. ആ സിസ്റ്റർ പറഞ്ഞൊരു പാദമുണ്ട്. പാസ്റ്ററെ, തൊട്ടുപുറകിലൊരു ദിവസം രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മുറിക്കകത്ത് 2 ദൂതന്മാർ ഇറങ്ങി വന്നു. ഒരു ദൂതൻ, ഒരു കറുത്ത ദൂതനായിരുന്നു, എന്നെ മരണത്തിലേക്ക് വലിക്കുമ്പോൾ മറ്റ് 2 ദൂതന്മാരാണ് എൻ്റെ ഓർമ്മ. ഒരു ദൂതൻ ആ ദൂതനെ തട്ടിമാറ്റുകയും മറ്റൊരു ദൂതൻ കൈക്കകത്ത് കത്തിയുമായി ഇറങ്ങി വന്ന്, ഒരു കത്രികമായിട്ട് ഇറങ്ങി വന്ന് എൻ്റെ ഉദരത്തിലും എന്തോ മുറിച്ചു മാറ്റി. അന്നത്തോടെ എൻ്റെ വേദന മാറി. എനിക്കൊരു പ്രശ്നവുമില്ല. 1 വർഷം ഞങ്ങൾ ടെസ്റ്റ് ചെയ്യായിരുന്നു എന്തെങ്കിലും ആ വേദന മടങ്ങി വരുമോ എന്ന്. പക്ഷേ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ടില്ല, വൈദ്യശാസ്ത്രത്തെ സമീപിച്ചിട്ടില്ല. ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ കാര്യം ഒരു പ്രയാസമില്ല, അതൊരു വേദനയില്ലാതെ അങ്ങനെ മുഴ എൻ്റെ അകത്തുണ്ടെന്ന് എനിക്ക് തോന്നാത്ത നിലയിൽ കർത്താവ് എന്നെ സൗഖ്യമാക്കി. പാസ്റ്റർ, ഇത് ദൈവം ചെയ്ത അത്ഭുതമാണ്. ഈ സാക്ഷി പറയുമ്പോൾ ലത സിസ്റ്റർ, സുമ സിസ്റ്റർ, ലിൻസി ഒക്കെ എൻ്റെ ചുറ്റും ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞവരുടെ സാരാംശം, നിങ്ങൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം അനുഗ്രഹമാകേണ്ടവന് നമ്മുടെ കുടുംബങ്ങളെല്ലാം ഓർത്തുകൊണ്ട് 1 മിനിറ്റ് നേരം കൂടെ പ്രാർത്ഥിച്ചു. 1 മിനിറ്റ് നേരം കൂടെ എല്ലാം മൈക്ക് വൺമുട്ടിട്ട് പ്രാർത്ഥിച്ചു. ഒരൊറ്റ മിനിറ്റ് കൂടെ പ്രാർത്ഥിച്ചു. ഷാഖാനാബൈ, ഈ പ്രാർത്ഥന എല്ലാ കുടുംബങ്ങൾക്കും അനുഗ്രഹമാകേണ്ടവന്, ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി നിന്ന് ശുശ്രൂഷിക്കേണ്ടവന്, കുടുംബങ്ങളുടെ മേൽ ഇരിക്കുന്ന എല്ലാ കെട്ടുകളും പൊട്ടേണ്ടവന്, പരിശുദ്ധാത്മാവ് അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടവന്, സകല രോഗങ്ങളെയും സൗഖ്യമാക്കേണ്ടവന്, തുറക്കേണ്ട
നന്മകളുടെ വഴികൾ മുഴുവൻ തുറക്കേണ്ടവന്, ആത്മാവ് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കേണ്ടവന്, തലമുറകളെ കർത്താവ് പുറത്തു കൊണ്ടുവരേണ്ടവന്, കുടുംബ ബന്ധങ്ങളെ കർത്താവ് പണിയേണ്ടവന്, നന്മകൾ കർത്താവ് തുറക്കേണ്ടവന്, വഴികൾ കർത്താവ് തുറക്കേണ്ടവന്. ഷാബാന സ്പിരിച്വൽ തലത്തിൽ, ഭൗതിക തലത്തിൽ, ശാരീരിക തലത്തിൽ, എല്ലാ മേഖലകളിലും കർത്താവിന്റെ കരമിറങ്ങി വരേണ്ടവനായി ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഒരു വിടുതലിന്റെ സീസൺ തുറക്കട്ടെ. ഷാബാന ഒരു കൈറോ സീസൺ തുറക്കട്ടെ. ദൈവ സമയം എല്ലാ ദാരിദ്ര്യങ്ങളെ പൊട്ടിക്കുന്ന ദൈവിക സമ്പന്നതകൾ തുറന്നു വരുന്ന, ദൈവാത്മാവിനാലുള്ള സ്പർശനങ്ങൾ വെളിപ്പെട്ടു വരുന്ന ഒരു സീസൺ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവർക്കും ഈ പ്രാർത്ഥന അനുഗ്രഹമാകണമേ. ഓ റാബാ ഷാബാരാബാനാരഗണഗദനാരഗശസ് നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കഴിഞ്ഞ 1 മണിക്കൂർ സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് സൂമിലൂടെ ഒരുമിച്ച് കൂടി വരുവാനും അതാത് ഭവനങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുവാനും അല്പനിമിഷങ്ങൾ ഞങ്ങൾക്ക് ദൈവവചനത്തിലൂടെ ഞങ്ങളുടെ വളർച്ചയെ സംബന്ധിച്ചുള്ള ചില മേഖലകൾ കാണുവാനും അങ്ങ് ഞങ്ങളുടെ കണ്ണ് തുറന്നല്ലോ കർത്താവേ. ഞങ്ങൾ ഇന്ന് ധ്യാനിച്ച വചനങ്ങൾ ഞങ്ങളുടെ അകത്ത് പതിയട്ടെ. ഞങ്ങളെ കർത്താവ് വളർത്തുവാൻ ആഗ്രഹിക്കുന്ന വളർച്ച ഞങ്ങളുടെ അകത്ത് ഉറപ്പാകട്ടെ. ഞങ്ങൾ പല സാഹചര്യങ്ങളുടെ മടിവിൽ കൂടെ കടന്നു പോകുന്നു. ആ സാഹചര്യങ്ങളൊന്നും ഞങ്ങളെ തളർത്താതെ ദൈവത്തിൽ ഉറപ്പുള്ളവരായി, ദൈവത്തിൽ ധൈര്യമുള്ളവരായി, ദൈവത്തിൽ ആശ ഉറപ്പിച്ചവരായി മുന്നേറുവാൻ ഞങ്ങളുടെ മക്കളുടെ മേൽ കർത്താവ് കൃപ പകരണമേ കർത്താവേ. ഞങ്ങളുടെ സങ്കടങ്ങളെ കാണുന്നൊരു ദൈവം, ഞങ്ങളുടെ അവസ്ഥകളെ കേൾക്കുന്നൊരു ദൈവം, ഞങ്ങളുടെ ഞരക്കങ്ങളെ കേൾക്കുന്നൊരു ദൈവം, അത് കേട്ട് ഞങ്ങളുടെ മറുപടി നൽകുവാൻ ഞങ്ങളുടെ ആത്മക്കണ്ണുകളെ തുറക്കുന്നൊരു ദൈവം. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും എല്ലാ വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവ് ഇത് തുറക്കുവാൻ ഞാൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് ഇവരെ ആത്മക്കണ്ണുകളെ തുറക്കണമേ, അങ്ങ് ഇവരെ മനസ്സിന്റെ കണ്ണുകളെ തുറക്കണമേ, അങ്ങ് ഇവരെ സ്പിരിറ്റിനെ കർത്താവ് സജീവമാക്കണമേ. ഇവർ കർത്താവിൽ ആനന്ദിക്കുവാൻ പഠിക്കേണ്ട കണ്ടമാന വേദനകൾ, വിഷയങ്ങളൊക്കെ ഉണ്ട് കർത്താവ്. അതിനെല്ലാം അതിജീവിപ്പാൻ, ദൈവത്തിൽ ഉറയ്ക്കുവാൻ അങ്ങയുടെ മക്കൾക്ക് കൃപ കൊടുക്കണമേ കർത്താവേ. പല ആവശ്യങ്ങൾ ഞങ്ങളുടെ മക്കളുടെ അകത്തുണ്ട്. ഞങ്ങൾ അവന് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചില്ല. പക്ഷെ ഒരു വാക്ക് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിച്ചാൽ സകലതും നൽകാമെന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ കരമിരിക്കണമേ കർത്താവ്. അത് തുറക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ. പല ആവശ്യങ്ങളുള്ളവരുണ്ട് കർത്താവേ. പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, കടഭാരം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, തലമുറകളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, തലമുറകൾക്ക് തക്ക പങ്കാളികളെ കാണുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, ഞാൻ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനകത്ത് ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഒരുമിച്ച് മുന്നേറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഈ കുടുംബങ്ങളുടെ എല്ലാം ദൈവാത്മാവിന്റെ കരം ഇന്ന് രാവിലെ ശക്തിയോടെ തുറന്നു വരുവാൻ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളെല്ലാം അത്ഭുതമായി മാറട്ടെ. ഈ കുടുംബങ്ങളെല്ലാം ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്ന ഭവനങ്ങളായി മാറട്ടെ. ഈ കുടുംബങ്ങളെല്ലാം ദൈവാത്മാവിന്റെ നിറവനുഭവിക്കുന്ന കുടുംബങ്ങളായി മാറുവാൻ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനം, എല്ലാ ഭവനങ്ങളും അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് പകൽ ഒരു അനുഗ്രഹീതമായ ദിവസമായി നൽകണമേ. അങ്ങയുടെ മക്കൾ കാണുന്നത്, തൊടുന്നത്, പ്രവർത്തിക്കുന്ന എല്ലാം അനുഗ്രഹമാക്കണമേ. മഹത്വം ഞാൻ അർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്നേക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ 2ാം വരവിൽ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ആ വെളിപ്പാടിൽ ശലോം പറഞ്ഞേ. ശലോം.